സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം നീളുന്നു. മോചന ഹർജി പരിഗണിക്കുന്നത് റിയാദ് കോടതി 8ാം തവണയും മാറ്റിവെച്ചു. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, ഓരോ തവണ ഹർജി പരിഗണിക്കുന്നത് കോടതി മാറ്റിവെക്കുമ്പോഴും ആ ഉമ്മയുടെ കാത്തിരിപ്പും നീളുകയാണ്. തീർച്ചയായും ഹരിത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ് ഉമ്മാന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കുടുംബമാവട്ടെ അല്ലെങ്കിൽ ഒരു ലോകം മുഴുവൻ റഹീമിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന കാലം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ കോടതി ഈ ഒരു കേസിന്റെ വിധി പറയാൻ മാറ്റിവെക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇനിയും ബാക്കിയുണ്ട് എന്ന കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു കേസ് വിധി പറയുന്നതിനായി ഇങ്ങനെ മാറ്റിവെക്കുന്നത്. മുൻപും പലതവണ അവസാനമായി ഫെബ്രുവരി 2-നാണ് ഈ കേസ് പരിഗണിച്ചിരുന്നത്. അന്നും ഇതേ കാരണം പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു കോടതി വിധി പറയുന്നത് മാറ്റിവെച്ചിരുന്നത്. കൂടാതെ സാങ്കേതിക കാരണങ്ങളുണ്ട്, സാങ്കേതിക തടസ്സങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അന്നും കോടതി ഈ ഒരു വിധി പറയുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്. അന്നും കുടുംബത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, ഇത്തരത്തിൽ ഈ ഒരു കേസ് മാറ്റിവെക്കുന്നത് ഒരു നിരാശ തോന്നുന്നില്ലേ എന്നൊരു ചോദ്യത്തിന് മാധവ് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരിക്കലും തനിക്കൊരു നിരാശ തോന്നുന്നില്ല, നല്ലതിന് വേണ്ടിയുള്ള ചുവടുവയ്പ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, തങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി തരും എന്നുള്ളത് തന്നെയായിരുന്നു ആ ഉമ്മാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു മറുപടി എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ വിധി എന്ത് തന്നെ ആയിക്കോട്ടെ അതിന് ചെറുപുഞ്ചിരിയോടെ നേരിടുക, അത് വലിയ വിഷമത്തിലേക്ക് പോവാതെ അതിനെങ്ങനെയെങ്കിലും തരണം ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ മാത്രമാണ് മാതാവും കുടുംബവും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എല്ലാം നല്ലതുപോലെ തന്നെ സംഭവിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും കുടുംബം കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 18 വർഷമായി ഈ ഉമ്മ മകന് വേണ്ടി കാത്തിരിക്കുകയാണ്. അന്നും ഒരുപാട് തവണ കരഞ്ഞു ആരുമില്ലാതെ കുടുംബവും മാധവ് മാത്രം ഒതുങ്ങി. പിന്നീട് അത് ലോകത്തിലുള്ള എല്ലാവരും അറിയുകയും ചെയ്തു. പിന്നീട് ഇത് ലോകം തന്നെ, ഈ ഒരു കേരളക്കര ആകെ, കേരളത്തിൽ നിന്നും അകത്തും പുറത്തു നിന്നുമായിട്ട് നിരവധി ആളുകളാണ് റഹീമിന് വേണ്ടി പ്രാർത്ഥനയും അതുപോലെ തന്നെ നിരവധി ആളുകൾ പണം നൽകിയും സഹായിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു കേസ് ഇപ്പോൾ 8ാമത്തെ തവണയാണ് ഈ ഒരു കേസ് മാറ്റിവെക്കുന്നത്. ഇനി ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഈ അടുത്ത മാസം 3-ന് ഈ ഒരു കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ വലിയൊരു പ്രതീക്ഷ തന്നെ കുടുംബത്തിനും അതുപോലെ തന്നെ ഈ വാർത്തകൾ റഹീമിന് മോചനം ലഭിക്കുന്നു അല്ലെങ്കിൽ മോചനം ലഭിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ കേരളത്തിലുള്ള എല്ലാവരും, അതുപോലെ തന്നെ പുറത്തുള്ള ആളുകളാവട്ടെ കേരളത്തിനകത്തുള്ള ആളുകളാവട്ടെ എല്ലാവരും പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അത് റഹീമിന് മോചനം ലഭിച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല ഹരിത.